ബംഗ്ലാവിൻ്റെ പോയ വാരത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിച്ചത് പന്തളത്തുള്ള ഒരു വീടാണ്. ഖത്തറിൽ ഓയിൽ കമ്പനി മാനേജറായി ജോലി ചെയ്യുന്ന ശ്രീ വി ഗണേഷിനു വേണ്ടി പ്രമുഖ രജിസ്റ്റേർഡ് സിവിൽ എഞ്ചിനീയറായ ശ്രീ ആർ ബിജുരാജ് രൂപകൽപ്പന ചെയ്ത ഇന്ദ്രപ്രസ്ഥം എന്ന വീട് ഒരു വലിയ വീടായതുകൊണ്ടും നിർമ്മാണപരമായി ഒട്ടേറെ സവിശേഷതകൾ ഉള്ളതുകൊണ്ടും ആ വീടിൻ്റെ പകുതി ദൃശ്യങ്ങളെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചുള്ളൂ. ആ വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അതിനു മുമ്പായി കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് കാണാൻ സാധിക്കാതിരുന്ന പ്രേക്ഷകർക്കായി ആ വീടിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ ഇതാ കാണും. ഇന്ദ്രപ്രസ്ഥം പന്തളം ടൗണിനരികെ തോന്നല്ലൂരിൽ അടുത്തിടെ നിർമ്മാണം പൂർത്തിയായ ഒരു വീടാണിത്. വിശാലമായൊരു ലാൻഡ്സ്കേപ്പഡ് ഗാർഡന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച 6000-ഓളം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള മനോഹരമായ 2 നില ബംഗ്ലാവ്, സ്ലോപ്പിംഗ് പാറ്റേണിലുള്ള മുകൾ നില റൂഫ്, വലിയ മട്ടുപ്പാവ്, മുന്നോട്ട് പ്രൊജക്ട് ചെയ്തുള്ള വലിയ കാർ പോർച്ച്, ഫ്രണ്ട് സൈഡ് വാളിന് നൽകിയ വിൻഡോ ബ്രേക്കർ തുടങ്ങി ആകർഷകമായ ഒട്ടേറെ എക്സ്റ്റീരിയർ ഫീച്ചറുകളോടെയാണ് ഈ വീട് നിർമ്മിച്ചത്. ഇന്റീരിയർ ഫർണിഷിംഗിന്റെ മാസ്മരീക ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട് കൂടിയാണിത്. വിശാലമായ ഈ സിറ്റ് ഔട്ട്, മ്യൂറൽ ആർട്ടിന്റെ ഭംഗി നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഫോയർ, യു ഷേപ്പിൽ ഫർണിഷിംഗ് ഒരുക്കി അതിഥികളെ മാടി വിളിക്കുന്ന ഈ ഫോമൽ ലിവിംഗ് ഏരിയ, ഭംഗിയാർന്ന ഈ ഡൈനിങ് സ്പേസും ഈ കോർട്ട്യാർഡും സ്റ്റെയർകേസും ഒക്കെ ഉൾപ്പെട്ട ഈ നടുത്തളം, 2 പാർട്ടായി ഒരുക്കിയ ഈ കിച്ചൺ, ഈ പൂജാമുറി, പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയ 3 കിടപ്പറകൾ, ഈ അപ്സ്റ്റെയർ ലിവിംഗ് സ്പേസ്, ഈ ഹോം തിയേറ്റർ റൂം, മുകൾ നിലയിലെ 2 കിടപ്പറകൾ, ഇങ്ങനെ ആകർഷകമായ സൗകര്യങ്ങളുള്ള നല്ലൊരു വീട്. ഖത്തറിലെ ഒരു ഓയിൽ കമ്പനിയിൽ ഓഫ് ഷോർ ഇൻസ്റ്റോളേഷൻ മാനേജറായ ശ്രീ വി ഗണേശന്റെയും ഭാര്യ പ്രിയ ഗണേശന്റെയും വീടാണിത്. മകൾ ആശ്രിതയും മകൻ ആദർശം ഉൾപ്പെട്ട ഗണേശന്റെ കുടുംബത്തിനായി ഈ വീട് ഒരുക്കിയത് പന്തളം സ്വദേശിയായ പ്രമുഖ രജിസ്ട്രേഡ് സിവിൽ എഞ്ചിനീയർ ശ്രീ ആർ ബിജുരാജ് ആണ്. മനോഹരമായ ഒരു 5 ബെഡ്റൂം ഹൗസ് ഒരുക്കുകയായിരുന്നു ഇതിന്റെ ഡിസൈനിലൂടെ ശ്രീ ബിജുരാജ്. ഈ വീടിന്റെ എക്സ്റ്റീരിയർ വ്യൂ, ഫോയർ, ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, കോർട്ട്യാർഡ് എന്നിവയാണ് കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്. ഈ വീടിന്റെ ബാക്കി സൗകര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. തുറന്നു കാണും. റോഡിനനുസൃതമായി പടിഞ്ഞാറ് മുഖദർശനമായി നിർമ്മിച്ച ഒരു വീടാണിത്. എങ്കിലും ഇതിന്റെ കിഴക്ക് ദിക്കിലും നല്ല എക്സ്റ്റീരിയർ വ്യൂ കിട്ടും വിധമാണ് ഈ വീട് ഒരുക്കിയത്. കിഴക്ക് ഭാഗത്തും നല്ലൊരു മുറ്റമുണ്ട്. അവിടെ നിന്ന് എൻട്രി നൽകി നല്ലൊരു സിറ്റൗട്ടുമുണ്ട്. ആ സിറ്റൗട്ടിൽ നിന്ന് കോർട്ട്യാർഡിനരികിൽ കൂടിയും ഈ വീട്ടിലേക്ക് പ്രവേശിക്കാം. കോർട്ട്യാർഡും ഡൈനിങ് ഹാളും ഉൾപ്പെട്ട ഈ ഉൾത്തളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായാണ് ഇവിടുത്തെ കിച്ചൺ, ഷോ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, സ്റ്റോർ റൂം എന്നീ സൗകര്യങ്ങൾ നൽകിയാണ് കിച്ചണിന്റെ രൂപകൽപ്പന. ധാരാളം സ്റ്റോറേജ് ക്യാബിനുകളും മോഡേൺ കിച്ചൺ ഗാഡ്ജറ്റുകളുമായാണ് കിച്ചൺ ഒരുക്കിയത്. കിച്ചണിലെ ഫ്ലോറിംഗിന് നൽകിയ ഡെക്കറേഷൻ വർക്ക് വളരെ ആകർഷകമാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെയധികം സ്റ്റോറേജ് ഫെസിലിറ്റീസ് നൽകിയിട്ടുമുണ്ട്. ടോപ്പ് ക്യാബിൻ ആയാലും അതുപോലെ ബോട്ടം ക്യാബിൻ ആയാലും വളരെയധികം സ്റ്റോറേജ് ഫെസിലിറ്റീസ്, അക്സസറീസ് ഒക്കെ നൽകിയിരിക്കുന്നു. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ട്രീറ്റ് ചെയ്ത മഹാഗണിയാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ ഈർപ്പവും മറ്റ് ചെതലിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ അതിനൊക്കെ അതിജീവിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ട്രീറ്റ് ചെയ്ത മഹാഗണി ആയതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ ഇതിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ഡ്യൂറബിലിറ്റി ഈ മെറ്റീരിയലിന് ലഭിക്കുന്നു. അതുപോലെ നമ്മുടെ ട്രഡീഷണൽ വാസ്തു നിയമങ്ങളനുസരിച്ച് കിഴക്കോട്ട് നിന്ന് ഫേസ് ചെയ്ത് നിന്ന് കുക്ക് ചെയ്യണം എന്നുള്ളൊരു വാസ്തു നിയമം അനുസരിച്ച് കിഴക്കോട്ട് തന്നെയാണ് ഇതിൻ്റെ ഹോബും ഹുഡും ഒക്കെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഫേസ് ചെയ്ത് നിന്നുകൊണ്ട് തന്നെ കുക്ക് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഹോബും ഹുഡും ഇവിടെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, ഫാമിലി മെമ്പേഴ്സിനൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ലഘുഭോഷണമൊക്കെ കഴിക്കത്തക്ക രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ആ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. 5 ബെഡ്റൂം ഹൗസായാണ് ഈ ബംഗ്ലാവിന്റെ രൂപകൽപ്പന. അതിൽ 3 കിടപ്പറകളാണ് താഴെ നിലയിൽ. ഈ മാസ്റ്റർ ബെഡ്റൂം, ഈ പാരന്റ്സ് ബെഡ്റൂം, ഈ ഇരട്ടക്കട്ടിലോട് കൂടിയ കിഡ്സ് ബെഡ്റൂം എന്നിവയാണവ. വീടിന്റെ ഫ്രണ്ട് എലിവേഷനിൽ ലെഫ്റ്റ് കോർണറിൽ
കന്നിമൂലയിലായി നൽകിയ ഈ കിടപ്പറയാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. സ്പേഷ്യസ് ആയ മുറി, കിങ് സൈസ് ബെഡ്, വലിയ വാർഡ്രോബ്, ഡ്രസ്സിംഗ് ഏരിയ, സ്പേഷ്യസ് ആയതും മോഡേൺ ബാത്ത് എക്യുപ്മെന്റ്സുകൾ സജ്ജീകരിച്ചതുമായ കുളിമുറി, ആകർഷകമായ സീലിംഗ് വർക്ക്, കർട്ടന് പകരമായി ഒരുക്കിയ വുഡൻ ബ്ലൈൻഡ്സ്. ഈ കിടപ്പറ സുന്ദരമായൊരു കാഴ്ചയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗും ശ്രദ്ധേയം. ഈ വീടിന് 5 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ 3 ഗ്രൗണ്ട് ഫ്ലോറിലും 2 ഫസ്റ്റ് ഫ്ലോറിലും. അതിൽ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഈ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത്, അതായത് ട്രഡീഷണൽ വാസ്തു നിയമങ്ങളനുസരിച്ച് തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ഈ റൂം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ തല വെക്കുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. അതിനനുസരിച്ചാണ് ഇതിൻ്റെ ബെഡ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് ലക്ഷറീസ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന, ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു റൂമാണ്. ഇതിനൊരു വളരെ പീസ്ഫുൾ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ബെഡിൻ്റെ ബാക്ക് ഡ്രോപ്പായിട്ട് പെയിൻറ്റിങ്സ് നൽകിയിരിക്കുന്നു. അതിന് LED ലൈറ്റ്സ് കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇതിന് വളരെയധികം സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഈ റൂം, അത് ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. ഇതിൻ്റോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് റൂമുണ്ട്. ആ ഡ്രസ്സിംഗ് റൂമിലും സ്റ്റോറേജ് ഫെസിലിറ്റീസ് നൽകിയിട്ടുണ്ട്. ഈ കബോർഡ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വുഡ് ഉപയോഗിച്ചല്ല ചെയ്തിരിക്കുന്നത്. ഇത് മറൈൻ പ്ലൈവുഡും പ്ലസ് വെനീർ ഒട്ടിച്ചിരിക്കുകയാണ്. ഇതിൽ വെനീർ എന്ന് പറയുന്നത് നമ്മുടെ വുഡ് പീൽ ചെയ്തെടുക്കുന്ന, വുഡിൻ്റെ പാളികൾ എടുക്കുന്ന വുഡിൻ്റെ സ്കിൻ തന്നെയാണ് വെനീർ. അതിൽ ഡാർക്ക് വെങ്ക എന്ന പേരുള്ള വെനീറാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ടീക്കോ അല്ലെങ്കിൽ മഹാഗണിയൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥാനത്ത് ഈ ഒരു ഇൻറ്റീരിയർ പാറ്റേണിന് കോസ്റ്റ് വളരെയധികം കുറവാണെന്നുള്ളതിന്, പിന്നെ ക്ലീൻ ചെയ്യാൻ മറ്റ് കൊത്തുപണികളൊന്നും ഇല്ലാതെ തന്നെ വളരെ പ്ലെയിനായിട്ടുള്ള ഒരു പാറ്റേണാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിയഴുക്കൊന്നും സെറ്റിലായിട്ട് ഇത് ക്ലീൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ക്ലീൻ ചെയ്യാനും വളരെ ഈസിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇവിടുത്തെ അടുത്ത കിടപ്പറ ഇതാണ്, കിഡ്സ് ബെഡ്റൂം. 2 മക്കളാണ് ശ്രീ വി ഗണേശനും ഭാര്യ പ്രിയയ്ക്കുമുള്ളത്. ആശ്രിതയും ആദർശം അവർക്കായി ഒരുക്കിയതാണ് ഇരട്ടക്കട്ടിലോട് കൂടിയ ഈ ബെഡ്റൂം. ഇവിടുത്തെ കർട്ടൻ വർക്കും സീലിംഗ് വർക്കും മുറിച്ചുമരിന്റെ നിറപ്പകിട്ടും ആകർഷകമാണ്. ഡ്രസ്സിംഗ് ഏരിയ, അറ്റാച്ച്ഡ് ബാത്റൂം എന്നീ സൗകര്യങ്ങളുമുണ്ട്. കിഡ്സ് ബെഡ്റൂമിലേക്ക് നീളുന്ന ഈ ഫോയറിന്റെ ഒരു അരികു ചേർന്ന് ഒരു മുറി കൂടിയുണ്ട് ഇവിടെ. അതിതാണ് പൂജാമുറി. കിഴക്ക് ദിക്കിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥന നടത്താവുന്ന വിധം ഒരുക്കിയ മുറിയാണിത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനി ഇവിടെയുള്ള അടുത്ത സൗകര്യം ഈ കിടപ്പറയാണ്. ഡൈനിങ് ഏരിയയ്ക്കും കിച്ചണും ഇടയിലാണ് ഇതിന്റെ സ്ഥാനം. ഫുൾ സൈസ് വാർഡ്രോബ്, ബാത്റൂം എന്നീ സൗകര്യങ്ങൾ നൽകി നിർമ്മിച്ച കിടപ്പറ. ഹെഡ് വാളിനോട് ചേർന്ന് പെയിന്റിംഗ് പ്ലേസ് ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. വളരെ ഭംഗിയാർന്ന സീലിംഗ് വർക്കുമുണ്ട്. ഇനി ഈ വീട്ടിലുള്ള അടുത്ത സൗകര്യങ്ങൾ മുകൾ നിലയിലാണ്. ക്ലോക്ക് വൈസായി കയറാവുന്ന ഭംഗിയാർന്ന സ്റ്റെയർകേസാണ് ഇവിടെ. വുഡൻ ഹാൻഡ് റെയിൽസ്, ഇറ്റാലിയൻ മാർബിളിന്റെ പടികൾ ഏറുമ്പോൾ സൈഡ് വോളിലൊരുക്കിയ ഈ മനോഹരമായ മ്യൂറൽ ശില്പം ആരെയും ആകർഷിക്കും. നല്ലൊരു ആർട്ട് വർക്ക്. സ്റ്റെയർകേസ് കയറിയെത്തുന്ന മുകൾ നിലയിൽ ഒരു ഫാമിലി സിറ്റിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇമ്പോർട്ടഡ് സോഫ സെറ്റുകൾ കൊണ്ട് ഫർണിഷ് ചെയ്ത ഒരു ലിവിംഗ് ഏരിയ. വേണമെങ്കിൽ TV കൂടി സജ്ജീകരിക്കാവുന്ന വിധം ഒരുക്കിയതാണ് ഈ ലിവിംഗ് സ്പേസ്. ഈ ലിവിംഗ് സ്പേസിന്റെ അഡ്ജസന്റായി ഒരു കിടപ്പറയാണ്. ഗസ്റ്റ് ബെഡ്റൂം. ഫർണിഷിംഗിലെ ആകർഷണീയത ഈ കിടപ്പറയെയും ചേതോഹരമാക്കുന്നു. മുകൾ നിലയിലുള്ള അടുത്ത കിടപ്പറ ഇതാണ്. ഇതും ഗസ്റ്റ് ബെഡ്റൂം എന്ന നിലയിൽ രൂപകൽപ്പന ചെയ്തതാണ്. ഫർണിഷിംഗിന്റെ ചാരുത, മുറിച്ചുമരിന്റെ നിറച്ചാർത്ത്, റോളർ കർട്ടൻ തുടങ്ങി ഇന്റീരിയർ ഫർണിഷിംഗിൽ
ഏറെ ശ്രദ്ധിച്ച ഒരു മുറിയാണ് ഈ കിടപ്പറയും. മുകൾ നിലയിൽ ഈ വീട്ടിലുള്ള ഏറ്റവും ആകർഷകമായ ഇടമാണിത്. ഒരു ഹോം തിയേറ്റർ കം ബാർ കൗണ്ടർ റൂം, LED TV, മികച്ച സൗണ്ട് സിസ്റ്റം, ഇമ്പോർട്ടഡായ സോഫ സെറ്റി, ബ്ലൈൻഡഡ് കർട്ടൻ, മികച്ച ലൈറ്റിംഗ് സംവിധാനം എന്നിവ ഈ ഹോം തിയേറ്ററിനെ ആകർഷകമാക്കുന്നു. ഈ മുറിയുടെ മറുപകുതി ബാർ കൗണ്ടറായാണ് ഡിസൈൻ ചെയ്തത്. കർവ് ഷേപ്ഡ് ഗ്രാനൈറ്റ് ടോപ്പ്, ബാർ സ്റ്റൂൾ, സൈഡ് വാളിലെ നീഷുകൾ, അതിലെ ശില്പങ്ങൾ, ഇങ്ങനെ ഏറെ ഭംഗിയാർന്ന സജ്ജീകരണങ്ങൾ. ഒരു ഹോം തിയേറ്റർ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. അതിനനുസരിച്ചാണ് ഇതൊരു ഹോം തിയേറ്റർ റൂമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു 23x14 ഫീറ്റ് സൈസുള്ള ഒരു റൂമാണിത്. ഈ ഭാഗത്തായിട്ട് LCD നൽകിയിരിക്കുന്നു. അത് വളരെ കംഫർട്ടബിളായിട്ടിരുന്ന് കാണത്തക്ക രീതിയിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടുന്ന് ഒരു സേഫ് ഡിസ്റ്റൻസ്, ഏതാണ്ട് ഒരു 12 ഫീറ്റ് ഡിസ്റ്റൻസിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നൽകിയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു വളരെ കംഫർട്ടബിൾ ഒരു മൂവിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ 2 hours 2.5 hours എടുക്കും. അപ്പോൾ അത്രയും നേരം വളരെ കംഫർട്ടബിളായിട്ടിരുന്ന് കാണത്തക്ക രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ സീറ്റിംഗ് പാറ്റേണാണ് ഈ റൂമിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോം തിയേറ്ററിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്കോ പ്രൂഫ് റൂം ആയിരിക്കണം. ആ എക്കോ പ്രൂഫ് വരാൻ വേണ്ടിയാണ് കർട്ടൻസൊക്കെ ഒരു റഫ് ബ്ലൈൻഡ്സ് നൽകിയിരിക്കുന്നു, വുഡൻ റഫ് ബ്ലൈൻഡ്സ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം സ്ട്രൈപ്സും നീഷുകളും ഒക്കെ ഈ രണ്ട് ഭാഗത്തായിട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് മനോഹാരിത കൂട്ടുന്നതോടൊപ്പം തന്നെ ഈ റൂമിനെ എക്കോ പ്രൂഫാക്കി മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടി ഈ ഒരു ഡിസൈൻ പാറ്റേൺ നൽകിയതിനകത്ത് ഉണ്ട്. വിശാലമാണ് ഈ വീടിന്റെ മട്ടുപ്പാവ്. ഫ്രണ്ട് സൈഡിലെ ഗാർഡൻ നന്നായി കാണാനും ആസ്വദിക്കാനും പറ്റിയ വിധത്തിലാണ് മട്ടുപ്പാവ് ഒരുക്കിയത്. പക്ഷിക്കണ്ണിൽ എന്ന പോലെ ഗാർഡൻ കാണാം ഈ മട്ടുപ്പാവിൽ നിന്നാൽ. വീടിന്റെ പിന്നാമ്പുറത്തും ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അവിടെ നിന്നാലും ആസ്വദിക്കാൻ പാകത്തിൽ ബാക്ക് സൈഡിലും നല്ല ഗാർഡൻ നൽകിയിട്ടുണ്ട്. വടക്ക് കിഴക്ക് കോണിലായി നൽകിയ കിണറിന് പൂക്കൊട്ടയുടെ ആകൃതിയിൽ നൽകിയ ആൾമറയും ഇവിടെ നിന്നുള്ള നല്ല കാഴ്ചയാണ്. അതിമനോഹരമായ എക്സ്റ്റീരിയർ ഫീച്ചറുകളോടെയുള്ള ഒരു വീടാണിത്. ഒപ്പം അതീവ സുന്ദരമായ ഇന്റീരിയർ ഫർണിഷിംഗുമുണ്ട് ഈ വീടിന്. ഫിക്സഡും മൂവബിളുമായ അതീവ സുന്ദരമായ ഫർണിഷിംഗ്. വീടിന്റെ ഡിസൈനിനൊപ്പം ഇതിന്റെ ഇന്റീരിയർ ഫർണിഷിംഗ് ഒരുക്കിയതും ശ്രീ R. ബിജുരാജ് തന്നെ. 6000 സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായ ഒരു ആർക്കിടെക്ചറൽ മാർവൽ. എക്സ്റ്റേണൽ വാളിൽ സ്റ്റോൺ ക്ലാഡിംഗ്, ഫ്ലോറിങ്ങിന് ഇറ്റാലിയൻ മാർബിൾ, ഇന്റീരിയർ വർക്കിന് വെനീർ ഉൾപ്പെടെയുള്ള വുഡൻ വർക്കുകൾ, ബാത്റൂമിലും മറ്റും തീർത്തും മോഡേണായ എക്യുപ്മെന്റുകൾ, LED ലൈറ്റിംഗുകൾ, വൈവിധ്യമാർന്ന ആർട്ടിഫാക്ട്സുകൾ. ഈ വീടിനെ ആർക്കിടെക്ചറൽ മാർവൽ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇതൊക്കെ കൊണ്ടാണ്. പുറം കാഴ്ചയും അകക്കാഴ്ചയും ഒരുപോലെ സുന്ദരമായ ഒരു വീട്. ഇതിന്റെ നിർമ്മാണ വേളയിൽ വീട്ടുടമയായ V. ഗണേശ് ജോലിസ്ഥലമായ ഖത്തറിലായിരുന്നു. പകരം ഡിസൈനറായ R. ബിജുരാജിന്റെ സ്ട്രിക്റ്റ് സൂപ്പർവിഷനിലാണ് ഇത് നിർമ്മിച്ചത്. ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കിൽ ബിജുരാജിനൊപ്പം നല്ലൊരു ടീം തന്നെ ഈ വീടിന്റെ പൂർണ്ണതയ്ക്കായി അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട്. സ്ട്രക്ചർ വർക്കിൽ സിജു C. അബ്രഹാമും അശോകും, ഇന്റീരിയർ വർക്കിൽ അരുൺ C. പണിക്കരും ലിബിനും. ഈ ടീമാണ് ഈ വീടിനെ നല്ലൊരു കലാശില്പമാക്കി മാറ്റിയത്. അകക്കാഴ്ചയും പുറം കാഴ്ചയും ഒരുപോലെ സുന്ദരമായ ഈ വീടിന് കൂടുതൽ ഭംഗി നൽകുന്നത് ഈ ലാൻഡ്സ്കേപ്പ് വർക്കാണ്. വിശാലമായ ലോൺ, സെമി ഗ്രോണായ ഗാർഡൻ വൃക്ഷങ്ങൾ, ഉദ്യാനഗൃഹം, കോൺക്രീറ്റിലൊരുക്കിയ ഗാർഡൻ ബെഞ്ചുകൾ, വാട്ടർ ഫൗണ്ടൈൻ, ഉദ്യാന ശില്പങ്ങൾ, ഇങ്ങനെ ഏറെ സുന്ദരമാണ് ഈ ലാൻഡ്സ്കേപ്പ് വർക്ക്. ഇമ്പോർട്ടഡായ വൃക്ഷത്തൈകളാണ് ഗാർഡനിലേറെയും. ഓരോരോ ട്രീയും ഇവിടെ സെമി ഗ്രോൺ ട്രീസ് ആണ് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദിസ് റോയൽ പാം, ഇറ്റ്സ് അറൗണ്ട് 15 feet height of royal palm. I bought it directly as a semi grown tree. So whatever plants we are seeing here, it's all semi grown. എന്ന് വെച്ചാൽ ചെറിയ പ്ലാന്റ് എന്ന് അല്ലെങ്കിൽ സീഡ് എന്ന് വെച്ച് അത് വലുതാക്കി കാണാനുള്ള എനിക്ക് ക്ഷമയില്ല. ഇതെനിക്ക് ഇമ്മീഡിയറ്റായിട്ട് കാണാം. സോ അതിന് വേണ്ടി അഭിപ്രായം കൊടുത്ത് ഒരു ഓരോരോ പ്ലാന്റ് ഇവിടെ സെമി ഗ്രോൺ വെച്ച് ദ മൊമെൻറ്റ് ദി
where house is ready for housewarming, all the lawn is also ready. That concept in the idea കൊടുത്തത് തന്നെ മിസ്റ്റർ ബിജുരാജാണ്. വിശാലമായ പ്ലോട്ട്, അതിൻ്റെ മധ്യത്തിൽ വീട്, ചുറ്റുമായി ലാൻഡ്സ്കേപ്പഡ് ഗാർഡൻ. അങ്ങനെയാണ് ഈ വീട് ഒരുക്കിയത്. ബാംഗ്ലൂരിലും മുംബൈയിലുമായി ഫ്ളാറ്റുകളിൽ കഴിഞ്ഞിരുന്ന കുടുംബമാണ് വി ഗണേശൻ്റേത്. ഫ്ളാറ്റുകളുടെ ആ പരിമിതിയിൽ നിന്നും 6000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയും വിശാലമായ ലാൻഡ്സ്കേപ്പുമുള്ള ഈ വീട്ടിലെത്തിയപ്പോൾ ഗണേശന്റെ കുടുംബം സംതൃപ്തമാണ്. വീടിന് മാത്രം നൽകാനാവുന്ന സംതൃപ്തി. Living in apartment, we had so many restrictions. We couldn't enjoy whatever was ours, even though we had paid the money. This was all was of us. There was no restriction for anything, even for the park or whatever it is. There were restricted timings. So, and of course, the beauty around us. You can never get such beauty, such big spacious rooms, bedrooms. You always have to restrict yourself with the design of whatever the apartment engineer has done. But here, keeping all our designs, all our requirements in mind, Mr. Bijuraj has really done a very creative work, and we really appreciate all his efforts and wish him many more to come in the future. മഹാനഗരങ്ങളുടെ തിരക്കിൽ നിന്നും ശ്വാസമുട്ടലിൽ നിന്നും ഗ്രാമീണ വിശുദ്ധിയിലുള്ള ഈ വീട്ടിലെത്തിയപ്പോൾ നഗരം മാത്രം പരിചയമുള്ള കുട്ടികൾക്കും അതൊരു പുതുമയാണ്. I've never got an opportunity to live in an independent bungalow with a garden and such a forest area, many insects, all animals, various kinds. And then the moment we came here, it was such a big house. It rained that day, and only the 4 of us. It was very nice. And then later our relatives joined in. And then when my cousin came, me, my brother and cousin went to the river to take photos. It was like very adventurous. And then today morning was the best part. We all, in fact, took a bath with the well water. My father gave me a head bath, and then my uncle took pictures. And it was very refreshing in the sun. No one wanted to come out. This is like a family resort. ഒരു കുടുംബം ഒന്നാകെ ആഗ്രഹിച്ചതുപോലെ ഒരു വീട് ഒരുക്കാനാവുക. ഈ വീടിന്റെ ഡിസൈനിലൂടെയും നിർമ്മാണത്തിലൂടെയും ശ്രീ ആർ ബിജുരാജ് സാധിച്ചത് അതാണ്. നല്ലൊരു വീട് ഒരുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ കൃതഹസ്തതയ്ക്ക് തെളിവാണ് ഈ വീട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇന്ദ്രപ്രസ്ഥം എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന ഒരു വീട്.